ഹൈ ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിയമം പഠിച്ചിറങ്ങിയ ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള സുവർണ അവസരത്തിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കേരള കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് ലോ കോളേജസിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ലോ എന്ന പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ PSC പുറത്ത് വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/1/2025 അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷനിൽ കാറ്റഗറി നമ്പർ 569/2024 ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കേരള കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ. ഗവൺമെൻറ് ലോ കോളേജസ്, സ്റ്റേറ്റിലുടനീളമുള്ള ഗവൺമെൻറ് ലോ കോളേജസിലേക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിനെ തിരയുന്നതാണ്. നെയിം ഓഫ് ദ പോസ്റ്റ് വന്നിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ലോ. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് UGC സ്കെയിൽ നിഷ്കർഷിക്കുന്ന ആ പേയ്മെൻ്റ് ആയിരിക്കും ഉണ്ടാകുക. ഇനി ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 26 ആണ്. 26 ആണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 22 and 50. യൂഷ്വൽ റിലാക്സേഷൻ ഉണ്ട് ഈ പറയുന്ന SC STക്കും, അതുപോലെ തന്നെ ബാക്കി OBC പോലെയുള്ള എല്ലാത്തിനും ഏജ് റിലാക്സേഷനും ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി ഓഫ് മാസ്റ്റർ ഓഫ് ലോ വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്സ്. ഒരു ഡിഗ്രി ഉണ്ടാവണം, ലോയിലുള്ള ഡിഗ്രി ഉണ്ടാകണം. മിനിമം 55% മാർക്സ് എങ്കിലും അതിലുണ്ടാവണം. രണ്ടാമത്തത് എക്സ്പീരിയൻസ് അറ്റ് ദ ബാർ ഫോർ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 3 years. ഏതെങ്കിലും ബാർ അസോസിയേഷനിൽ പ്രവർത്തിച്ച് ഉള്ള ഒരു പരിചയം ഉണ്ടാവണം. മിനിമം 3 വർഷം എങ്കിലും പരിചയമുള്ളവർക്ക് മാത്രമേ അത് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നത് മസ്റ്റ് ഹാവ് പാസ്ഡ് എ കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ഇൻ ദ സബ്ജക്ട് കൺസേൺഡ് സ്പെസിഫിക്കലി കണ്ടക്റ്റഡ് ഫോർ ദ പർപ്പസ് ബൈ UGC. ഈ പറയുന്ന പെർട്ടിക്കുലർ പോസ്റ്റിന് വേണ്ടിയിട്ട് UGC പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ UGC നിയമപ്രകാരം പറഞ്ഞിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് പാസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഏജൻസി നടത്തുന്ന ആ ടെസ്റ്റ് പാസ്സായിരിക്കണം. ഓക്കെ, ഈ 3 ക്വാളിഫിക്കേഷൻസ് ആണ് അപ്പോൾ നമുക്ക് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഒരു മാസ്റ്റർ ഓഫ് ലോ എന്ന് പറയുന്നതിൻ്റെ ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്സ് PG ആണ് പറയുന്നത്. രണ്ടാമത്തത് ഏതെങ്കിലും ബാർ അസോസിയേഷനിൽ മിനിമം 3 വർഷത്തിൽ കുറയാത്ത ഒരു പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. മൂന്നെന്ന് പറയുന്നത് UGC നടത്തുന്ന ഒരു കോംപ്രിഹെൻസീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് പാസ്സായിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് പാസ്സായിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട എക്സാമിൻ്റെ ഒരു എക്സാം സ്ലോട്ടും കൂടി PSC പുറത്ത് വിട്ടിട്ടുണ്ട്. ഏത് സമയത്തായിരിക്കും പ്രോബബ്ലി എക്സാം നടത്തുക എന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഈ പറയുന്ന കാറ്റഗറി നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. 569/2024 അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ലോ. പരീക്ഷ നടക്കാൻ സാധ്യതയുള്ളത് 2025 ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ നല്ല ഒരു ടൈം ഇതിനകത്തുണ്ട് അല്ലേ. ഇപ്പോൾ ഇതിപ്പോൾ ജനുവരി ആണ്. ഇപ്പോൾ ജൂലൈ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു 6 months ഗ്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ സോ ദാറ്റ് മീൻസ് ഈ പറയുന്ന 6 മാസം നമുക്ക് വളരെ നന്നായിട്ടൊന്ന് പരിശ്രമിച്ചാൽ തീർച്ചയായും ആ ലിസ്റ്റിൽ ഒന്ന് കയറി പറ്റാനും അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് കയറി പറ്റാനും നമുക്ക് തീർച്ചയായും സാധിക്കും. ഈ 6 months എന്ന് പറയുന്നത് വളരെ നല്ലവണ്ണം ഈ പറയുന്ന കോച്ചിങ് എന്ന് പറയുന്നത് വളരെ നല്ലവണ്ണം എടുത്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29/1/2025, അതായത് കമ്മിങ് January 29th ആണ്. സോ മറക്കാതെ എല്ലാവരും അപ്ലൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.